SCO സമ്മേളനത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടിയില്ല. ബലൂചിസ്ഥാനെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കയറി ഭീകരർ നടത്തിയ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അറിവോടെ ഭീകരർ നടത്തിയ ഇത്തരം ആക്രമണങ്ങളെക്കുറിച്ചോ ഈ നിരപരാധികളുടെ ജീവൻ എടുത്തതിനെക്കുറിച്ചോ ഒന്നും ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നില്ല. ഇതിനുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കട്ടക്കിറങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവം? അതായത് SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. മലയാളത്തിൽ പറഞ്ഞാൽ ഷാങ്ഹായ് സഹകരണ സംഘടന. അതായത് ഈ നമ്മുടെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ പരസ്പര സഹകരണത്തിനും മറ്റുമായിട്ട് രൂപീകൃതമായ ഒരു സംവിധാനമാണ് ഈ SCO. ആദ്യം ഇത് 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ചൈന മുൻകൈയെടുത്ത്, അതായത് ഈ നമുക്കറിയാമല്ലോ അമേരിക്കയാണല്ലോ എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഏഷ്യയിലെ വമ്പൻ എന്ന നിലയിൽ ചൈന മുൻകൈയെടുത്ത് തുടങ്ങിയ ഒരു സംഘടനയാണ് SCO. അപ്പോൾ ആദ്യം അതിൽ 5 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പറയുകയാണെങ്കിൽ റഷ്യ ഉണ്ടായിരുന്നു, പിന്നെ ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇത്രയും രാജ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എല്ലാം സ്ഥാനിലാണ് പാകിസ്ഥാൻ. അപ്പോൾ പിന്നീട് ഇന്ത്യ അടക്കമുള്ള 3 രാജ്യങ്ങളും കൂടി ചേർന്ന് പിന്നെ 8ആയി. അങ്ങനെയാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാനൊക്കെ അതിൽ വന്നത്. പിന്നീട് ബെലാറസും കൂടി എല്ലാം കൂടി വന്നു. ഇപ്പം മൊത്തം 10 രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സമ്മേളനമൊക്കെ കൂടാറുണ്ട്. അപ്പോൾ പരസ്പര സഹകരണം, അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം, സൈനിക സഹകരണം, സാമ്പത്തിക സഹകരണം, വ്യവസായ സഹകരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ പ്രതിരോധ മന്ത്രിമാരാണ് ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ രാജ്നാഥ് സിംഗ് ഇതിനു വേണ്ടിയിട്ട് ചൈനയിലെ കിങ്ദാവോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യും. അപ്പോൾ ഈ കൂട്ടത്തിൽ തയ്യാറാക്കിയ ഒരു സംയുക്ത പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ ഇന്ത്യയിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചൊരു വാക്കില്ല. 26 പേരുടെ ജീവൻ കവർന്ന ഒരു സംഭവമാണ്. അതിൽ കൊല്ലപ്പെട്ട 25 പേരും ഇന്ത്യക്കാരും, ഒരാൾ നേപ്പാൾ സ്വദേശിയുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വാക്കില്ല. പകരം ബലൂചിസ്ഥാനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ നടക്കുന്ന കലാപങ്ങൾ, അവിടെ നടക്കുന്ന സൈനിക നടപടികൾ, ഭീകരാക്രമണങ്ങൾ എല്ലാം വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കളിയുണ്ട്. കാര്യം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ചൈനയാണ്. അപ്പോൾ ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ദോസ്താണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ പ്രേരണയിൽ വന്നതാണ് ഈ ബലൂചിസ്ഥാൻ വിഷയം. അപ്പോൾ അതിൽ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ ബലൂചിസ്ഥാനിൽ ഈ നടക്കുന്ന കുഴപ്പങ്ങൾക്കൊക്കെ ഉത്തരവാദി ഇന്ത്യയാണെന്ന തരത്തിലാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചൊരു വാക്ക് പറയാതെ ബലൂചിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവിടെ എഴുതി വെച്ചത് അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് രാജ്നാഥ് സിംഗ് അതിൽ ഒപ്പിടാതെ പോകുന്നത്. പക്ഷേ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം നല്ല ഗംഭീര പ്രസംഗം നടത്തി. അതായത് ഇപ്പോൾ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനം, പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം. അപ്പോൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ പിന്നീട് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ രാജ്യത്ത് ഈ മേഖലയിലുള്ള സമാധാനം, സുരക്ഷ, വിശ്വാസം, ഈ 3 ഘടകങ്ങളെയും തുരങ്കം വയ്ക്കുന്നത് ഈ പറയുന്ന മതമൗലികവാദവും ഭീകരവാദവുമാണ്. അപ്പോൾ അതിനെതിരെ കൃത്യമായ നിലപാടെടുക്കണം, നടപടിയെടുക്കണം. അല്ലാണ്ട് ഇത്തരത്തിൽ ഉള്ള അതായത് ഇപ്പോൾ ഭീകരവാദികളെ അങ്ങോട്ട് പണം കൊടുത്ത് അല്ലെങ്കിൽ ആയുധങ്ങൾ കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കുന്ന നടപടി അത് ആത്യന്തികമായിട്ട് സർവനാശത്തിനേ വരുള്ളൂ. അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകില്ല, ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം അവിടെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല, പാകിസ്ഥാന് ചൈന കാര്യമായ സപ്പോർട്ട് കൊടുക്കുന്നു. അതായത് ഈ ബലൂചിസ്ഥാനിൽ ഈ പാകിസ്ഥാൻ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് വരുന്ന ആളുകളെ ബലൂജികൾ തീർക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ, അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്നായിരിക്കും അല്ലേ SCOയിൽ ചൈന ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്? ഉറപ്പായിട്ടും. കാര്യം അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും ചെയ്യുന്നത് ചൈനീസ് കമ്പനികളും ചൈനയുടെ എഞ്ചിനീയർമാരും ഒക്കെയാണ്. അപ്പോൾ ഈ ബലൂചിസ്ഥാനുള്ളക്കാർക്ക് ഈ ചൈനക്കാരവിടെ വരുന്ന അവിടെ ഈ പാകിസ്ഥാൻ സേനയെ അവർക്ക് കണ്ടുകൂടാ. അതുകൂടാതെ ഈ ചൈനക്കാർ വന്ന് അവിടെ അധീശത്വം സ്ഥാപിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇടപാട് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ ചൈനക്കാരെ ആട്ടി ഓടിക്കും. കുറേ പേരെ അവർ കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ പാപഭാരം ഇന്ത്യ പേറണമെന്നാണ് ഇവർ പറയുന്നത്.
ഇപ്പോൾ ഇന്ത്യ ഇത് ഒരു വേദിയിലും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ബലൂചിസ്ഥാന് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയാണെന്ന തരത്തിൽ ഒരു വേദിയിലും സമ്മതിച്ചിട്ടില്ല. അത് ബലൂചിസ്ഥാൻകാർ പോലും പറയുന്നില്ല ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് പിന്തുണ കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ അവർ ഇന്ത്യയോട് ചേരണം എന്ന നിലപാടുള്ളവരാണ്. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ പോലും അവിടെ ബലൂചിസ്ഥാനിൽ പാക് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചവരാണ്. ഇന്ത്യൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് ബലൂചിസ്ഥാനിലുള്ളവർ. അപ്പോൾ അവർ ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒരിക്കലും ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഒരിക്കലും ഈ പറയുന്ന പാകിസ്ഥാനെ അവിടെ അംഗീകരിക്കുന്നില്ല. കുറച്ച് നാൾ അവിടെ ഈ ഇത്തിരി മുമ്പും ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോകുന്ന ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോകുന്ന അത്തരം, അതായത് നിരന്തരമായി പാകിസ്ഥാൻ സേനയെ വെല്ലുവിളിക്കുക, പാകിസ്ഥാൻ സർക്കാരിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോവുക, ആ ഒരു നിലപാടെടുത്തവരാണ് ബലൂചിസ്ഥാൻ. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യക്കാണെന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. ഇന്ത്യ അത് ഒരു വേദിയിൽ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഇന്ത്യ അത് ആ ആരോപണം നിരന്തരമായി നിഷേധിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ഒരു ലോക സമ്മേളന വേദിയിൽ ഉയർത്തിക്കൊണ്ട് വരാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചത്. പാകിസ്ഥാൻ്റെ നിർദ്ദേശാനുസരണമായിരിക്കുമല്ലോ ഇതൊരു പ്രമേയമായിട്ട് വന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ കിട്ടുന്ന വേദികളിലെല്ലാം, അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുക അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ സിന്ധു നദീതട കരാർ അടക്കം റദ്ദ് ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര വേദികളിലെല്ലാം പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന പ്രതീതി ഇന്ത്യ നയതന്ത്ര സംഘങ്ങളെയൊക്കെ അയച്ച് സൃഷ്ടിച്ചിട്ടുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഈ രണ്ട് പ്രതിസന്ധികളും മറികടക്കണം. ഒന്ന്, അവർക്ക് അവരുടെ ഒരു പ്രതിച്ഛായയുടെ ഒരു പ്രശ്നമുണ്ട്, അത് മെച്ചപ്പെടുത്തണം. രണ്ട്, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്, ഇപ്പോൾ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ അതിന് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്താൻ കിട്ടുന്ന വേദികളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം കാട്ടിക്കൂട്ടലുകളൊക്കെ. പക്ഷേ അത് ഇന്ത്യ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് 2 ദിവസം മുമ്പാണ് അമിത്ഷാ ഈ കാര്യത്തിൽ പ്രസ്താവന നടത്തി. അതായത് ഇനി സിന്ധു നദീതട കരാർ അത് രണ്ടാമത് കൊണ്ടുവരുന്ന, അത് പുനഃക്രമീകരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇന്ത്യ പിൻവാങ്ങിയത് തന്നെയാണ്. ആ വെള്ളം ഇന്ത്യക്ക് തന്നെ വേണം. രാജസ്ഥാനിലോട്ട് ആ വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കനാലുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ, അതായത് ഇന്ത്യയെ അനുനയിപ്പിക്കുക എന്നുള്ളതിന് പകരം ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ UN-ലും പോയി ഇതേപോലെ ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അവിടെയും ഇന്ത്യൻ അംബാസഡർ പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുത്തിരുന്നു. അതായത് അന്ന് അവിടെ UN-ൽ പറഞ്ഞത് ഒരു വെള്ളം തടഞ്ഞു വെക്കുന്നു, ഒരു യുദ്ധമാർഗമായിട്ട് വെള്ളത്തെ ഉപയോഗിക്കുന്നു, അത് ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യ അവിടെ നിലപാടെടുത്തിരുന്നു. നമ്മൾ എന്തുകൊണ്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കി? പാകിസ്ഥാൻ്റെ നിരന്തരമായ ആ കരാറിൻ്റെ അന്തസത്തയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനവും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ നിലപാടെടുത്തതെന്ന് ഇന്ത്യ അവിടെ വ്യക്തമാക്കിയത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഈ SCO സമ്മേളന വേദിയിലും കർശനമായ നിലപാടെടുത്തത്. അതായത് പാകിസ്ഥാനെ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കിട്ടുന്ന വേദികളെല്ലാം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരും, അവർ ഇനിയും ഉണ്ടാകും. പക്ഷേ ഇന്ത്യ ആ കാര്യത്തിൽ ആ നിലപാടുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പാകിസ്ഥാൻ പ്രവർത്തിക്കുക, ഇത് ഏതെങ്കിലും ഒന്നും ചെയ്യാത്ത പക്ഷം ഈ നിലപാട് ഇന്ത്യ തുടരും. പാകിസ്ഥാൻ കിട്ടുന്ന വേദികളിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും.